ഹലോ, ഇന്ന് വെണ്ടയ്ക്കയും മുട്ടയും ചേർത്തുള്ള തോരനാണ്. ഇതിനു വേണ്ടി വെണ്ടയ്ക്ക ഇതുപോലെ 4 കീറി ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 1/4 കിലോ വെണ്ടയാണ് എടുക്കുന്നത്. 1/4 കിലോ വെണ്ടയ്ക്ക് പകുതി സവോള ചെറുതായി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഉള്ളിയാണ് ഇഷ്ടമെങ്കിൽ ഉള്ളി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സവോളയാണ് ചേർക്കുന്നത്. പകുതി സവോള ചെറുതായി അരിഞ്ഞ് ചേർക്കണം. രണ്ടും കൂടി ഒരുമിച്ചാണ് അരിഞ്ഞിടുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്ത വെണ്ടയ്ക്ക ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ആവശ്യമാണ്. ഇതിലേക്ക് 1/4 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കേണ്ടതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് അല്പസമയം വേവിച്ചെടുക്കാം. ഇതുപോലെ വാടി വരുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് വെണ്ടയ്ക്കയുടെ വേർപ്പെല്ലാം ഇതിലേക്ക് ഇറങ്ങി വഴുവഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇത് തുറന്ന് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഈ വഴുവഴുപ്പെല്ലാം മാറിക്കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അല്പസമയം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം മൂടി വയ്ക്കാം. ഇപ്പോൾ മുളക് പൊടിയെല്ലാം ഇതിലേക്ക് ചേർന്നിട്ടുണ്ടാകും. അതിനുശേഷം തുറന്ന് നോക്കി ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാവുന്നതാണ്. മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്.